ഹലോ ഗൈസ്, ഇന്ന് ആറാട്ടുപുഴ പൂരാണ്. പിന്നെ ഇന്നലെ നമ്മൾ പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നു. നേരം വൈകിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ അമ്മ അവിടെ ചിക്കനൊക്കെ വറക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ അമ്മയുടെ മോള്. ആള് വിചാരിച്ച പോലെ ഒന്നല്ല, പഞ്ചഗുസ്തികാരിയാണ്. പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കറിക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു കൊടുക്കാമെന്നായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ കുറച്ച് ഫോട്ടോസൊക്കെ കളർ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ. പൂരമായിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ചധികം വിരുന്നുകാർ വരുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്കിതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഞാൻ ഫോട്ടോസുകളൊക്കെ ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത് നമ്മുടെ ചേട്ടൻ്റെ റൂമിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിലത്തെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു നമ്മളോട് ഐസുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഐസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കോൽ ഐസ് എന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ അമ്മതേ കുറച്ച് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഈ മുന്തിരി ജ്യൂസ് അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ അനിയത്തിയുടെ ഫാമിലിയൊക്കെ ഇവിടെ എത്തിയത്. അപ്പോൾ അവർ കോഴിക്കോട് വടകരയിൽ നിന്നാണ് കേട്ടോ വരുന്നത്. നമ്മുടെ വീട്ടിലേക്കും ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ അവർക്ക് ജ്യൂസൊക്കെ കൊടുത്ത് കുറേ നേരം സംസാരിച്ച് അവർ സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കുട്ടിയായിട്ട് നമ്മുടെ നന്ദുട്ടൻ നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. ഭയങ്കര കൂട്ടായിട്ട് അവർ. പിന്നെ വേറൊരു വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ അനിയത്തി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 3 പേരയ്ക്കന്മാരുണ്ട്. അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് പേരക്കായ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അടുത്തത് നമ്മളിതേ മാങ്ങ പൊട്ടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ മാവ് തന്നെയാണ് ഈ പ്രാവശ്യമാണ് കേട്ടോ ഇതുമ്മ ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതുമ്മ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത് മൂവാണ്ടനാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീടിൻ്റെ അവിടെ മൂവാണ്ടനൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. പിന്നെ അവൾക്ക് മാങ്ങ തിന്നാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളിതേ മാങ്ങയൊക്കെ പൊട്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മൂവാണ്ടൻ മാവ് നമ്മുടെ വീട്ടിൽ വേറെ ഉണ്ട്. പക്ഷേ ഈ ഒരു മാവുമ്മ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ മാങ്ങ ഉണ്ടായത്. ഇതിൽ നിന്ന് നമുക്ക് 2-3 മാങ്ങയും കൂടിയും എക്സ്ട്രാ പൊട്ടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറന്നിറക്കുമ്പോൾ ഇലയിൽ മാങ്ങയും പേരക്കൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പൊട്ടിക്കണില്ല. അൽഫോൺസ് അല്ലേ? പക്ഷെ വലിപ്പം വെക്കില്ലടി. ഇതും നമ്മുടെ വീട്ടിലൊരു മാവാണ് കേട്ടോ, അൽഫോൺസ. അപ്പോൾ അത് ആദ്യമൊക്കെ നല്ല സൈസ് ഉണ്ടാവുന്ന ഒരു മാങ്ങയായിരുന്നു. ഇപ്പം എന്തോ സൈസ് ഭയങ്കര കുറവായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് അവർ ഇറങ്ങാനായിട്ടാണ്. അവർക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് അവർ രാത്രിയിലേക്ക് നിൽക്കണില്ല. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് അവർക്ക് ഭയങ്കര വിഷമമായി, കരച്ചിലൊക്കെ ആയിട്ടാണ്. ആനനെ കാണാൻ പോകണ്ട നമ്മള്, ആനന്ദനെ കാണാൻ പോകണ്ട ഇല്ലേ? ജില്ലം 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 അയ്യോ അല്ല ജില്ലം ജില്ലം. പടക്കം പൊട്ടി, നല്ല പടക്കം പൊട്ടിയാ? ഐസ്ക്രീം തിന്ന വീഴും 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 വീഴും. പൂരായിട്ട് നമ്മൾ നന്ദൂട്ടൻ്റെ ഹെയറൊക്കെ സ്റ്റൈലായിട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് കുറച്ച് നേരം കെടുക്കാമെന്ന് വിചാരിച്ചു. ഉച്ച തിരിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. താമര പൊട്ടിക്കാൻ പോകണം. പിന്നെ കുറച്ച് വിരുന്നാരും കൂടി നമ്മുടെ വീട്ടിലേക്ക് വരാനുണ്ട്. പിന്നെ നമുക്ക് പൂരം കാണാൻ പോകണം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം കിടന്നതിന് ശേഷം താമര പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 ആളും പിന്നെ ഉണ്ണിനും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളും പാലൊക്കെ കടന്ന് ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലിരുന്ന് കഴിച്ചത് പോരാണ്ട് പൊതിയിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പലഹാരം കൊണ്ടുവന്നത്. അതൊരു സൈഡായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ താമരയൊക്കെ പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് താമരപ്പറ നിറയ്ക്കാനായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നെല്ലുപറ നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 താമരപ്പറയ്ക്കുള്ള താമര പൊട്ടിക്കാനുണ്ട്. താമരയുടെ മുട്ടാണ് കേട്ടോ ആവശ്യം. പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം തേവർ തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ നമ്മൾ പറ നിറയ്ക്കാറ്. അപ്പോൾ 2-3 വർഷമൊക്കെ ആയിട്ട് നമ്മൾ താമരപ്പറയും നിറയ്ക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ നെല്ലുപറ മാത്രമായിരുന്നു കേട്ടോ നിറച്ചിരുന്നത്. പിന്നെ ഞാൻ ഒരു സംഭവം കാട്ടിത്തരാം കേട്ടോ. ഈ തൂങ്ങിക്കെടുക്കണതൊക്കെ കിളിക്കൂടുകളാണ് കേട്ടോ. കുരുവിയുടെ കൂടുകളാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ നമുക്ക് താമരപ്പറയ്ക്കുള്ള താമരമുട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 3/4 ചാക്കോളം താമരമുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ നിന്ന് പോകുന്നു. വീടെത്താറായി. കനാലൊക്കെ എത്തിയപ്പോൾ ഫുള്ളായിട്ട് അറേഞ്ച്മെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. പന്തലും ആകപ്പാട് നല്ലൊരു ഭംഗിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ പന്തലാണ് കേട്ടത്. കനാലിൻ്റെ അടുത്ത പന്തലാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാട്ടിത്തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ബാക്കി വരാനുള്ള വിരുന്നുകാരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ, അതായത് എൻ്റെ അമ്മായി.
പിന്നെ അതേ നമ്മുടെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്, എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും എത്തിയപ്പോഴാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊരു പൂരം വൈബ് തോന്നിയത്. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൂരത്തിന് പോകാനായിട്ട്. അവർ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഞാൻ പോയി കുളിച്ച് യാത്ര ആയിട്ടാ. പിന്നെ നമുക്ക് പോകാനുള്ളത് കനാലിൻ്റെ അവിടേക്കായിരുന്നു. അവിടെ ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റും പിന്നെ നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടീമിൻ്റെ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ സോങ് സെലക്ഷനും സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇതേ തിരിച്ചു വരുന്ന വഴിയിൽ ഇതേപോലെ കുറേ പറകളൊക്കെ നിറയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ കനാലിൻ്റെ അവിടുത്തെ പരിപാടികളൊക്കെ കണ്ട് നമ്മളിതേ ആറാട്ടുപുഴയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തുമ്പോഴേക്കും ദേ ഒരു ആന പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ കുറേ ആനകളെ കാണും. കുറേ ആനകളുള്ള പൂരമാണല്ലോ നമ്മുടെ ആറാട്ടുപുഴ പൂരം. പിന്നെ ഈ പ്രാവശ്യത്തെ പൂരപ്പന്തലൊക്കെ കുറച്ച് വെറൈറ്റി ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അത് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ പോയി കണ്ടോളൂ കേട്ടോ. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് ഇതേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ പിടിച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് പാടത്ത് ഇരിക്കുകയാണ് കേട്ടോ. പിള്ളേരെ സെറ്റിനൊക്കെ ചെറുതായിട്ട് ഉറക്കം വന്നിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തപ്പോൾ അവർ ഓണായിട്ടാണ്. പിന്നെ നോക്കിയപ്പോൾ ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണതായിരുന്നു കേട്ടോ കണ്ടിരുന്നത്. പിള്ളേർ സെറ്റുകളാണെന്ന് വെച്ചാൽ ആനകളുടെ എണ്ണം എടുക്കായിരുന്നു. പിന്നെ ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നന്ദൂട്ടനും പിന്നെ നാത്തൂൻ്റെ ചേട്ടൻ്റെ കുട്ടിയും തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവരിതേ ഈ ലൈറ്റും പന്തലും ആനയും ആൾക്കാരൊക്കെ നോക്കിയിരിക്കുകയാണ്. ബാക്കിയുള്ള പിള്ളേർ സെറ്റൊക്കെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവർ പൂരം കഴിയണവരെ തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ സൈഡ് വലിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് പേര് പോയിട്ട് ഇതേ ആനേനൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു ആനേനെ വണ്ടിയിൽ നിന്ന് ഇറക്കണുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ 3 ചേട്ടന്മാരെ മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിതേ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് പേര് മാത്രം ബാക്കിൽ നിന്നിട്ട് നോക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം നമ്മൾ പൂരമൊക്കെ കണ്ടു. അപ്പോൾ 2-3 സ്ഥലത്തായിട്ട് ആനപ്പൂരമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നടക്കുമ്പോഴാണ് ഇതേപോലെ കുറേ ആനകളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ പാടത്ത്. നമ്മൾ ഫുൾ പൂരം കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷെ പുലർച്ചെ 2-2:30 ആയപ്പോൾ നല്ല ഇടിവെട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം നമ്മൾ തറക്കൽ പൂരത്തിന് പോയപ്പോൾ നമുക്ക് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണികളൊക്കെ കൊണ്ടുപോയിട്ട് നല്ല റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള പരിപാടി നോക്കിയിട്ടാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പല്ലിശ്ശേരിയൊക്കെ കഴിഞ്ഞപ്പോൾ തേവർ വരുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ തേവരുടെ കൂടെ കുറേ ആൾക്കാർ ഇതുപോലെ വരുന്നുണ്ട്. അവർ തൃപ്രയാർ തൊട്ടേ നടന്നു വരുന്നതാണ് കേട്ടോ തേവരുടെ കൂടെ. ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ
ഇങ്ങനെ കുറേ ജനങ്ങൾ നമ്മുടെ തേവരുടെ കൂടെ ഉണ്ടാവും കേട്ടോ നടക്കാനായിട്ട്. അവർ തൃപ്രയാർ തുടങ്ങി ആലപ്പുഴ വരെ തേവരുടെ കൂടെ ഉണ്ടാവും. തിരിച്ച് പിറ്റേ ദിവസം തേവരുടെ കൂടെ തന്നെ തൃപ്രയാർക്കും പോകും കേട്ടോ. അങ്ങനെ തിരിച്ച് ആറാട്ടുപുഴയിൽ നിന്ന് തൃപ്രയാർക്ക് പോകുമ്പോഴാണ് കേട്ടോ നമ്മൾ പറ നിറയ്ക്കാറ്. അപ്പോൾ നമുക്ക് അത്ര വിശ്വാസമുള്ളൊരു ദൈവമാണ് കേട്ടോ അത്. ഇനി നമുക്ക് പിറ്റേ ദിവസത്തെ പറ നിറയ്ക്കുന്ന വീഡിയോ ഞാൻ അടുത്ത വ്ളോഗായിട്ട് ഇടാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.